ഹായ് ഓൾ, ഇന്നൊരു സ്റ്റഫ്ഡ് ബനാന പോളയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കൈപ്പോള എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ സ്റ്റഫ്ഡ് ബനാന പോള അങ്ങനെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, മിൽക്ക് പൗഡർ, കുറച്ച് ഉപ്പ്, കാർഡമം പൗഡർ, പിന്നെ ബനാന ഒരു 6 നമ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യണം. സ്ലൈസസ് ഇതേപോലെ ഇരിക്കണം. സ്റ്റഫ് ചെയ്യാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ഫുൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാർഡമം പൗഡർ, ഷുഗർ, പിന്നെ കിസ്മിസും കാഷ്യൂവും. ആദ്യം നമുക്ക് പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വാട്ടണത് പോലെ വാട്ടിയെടുക്കണം. പഴം ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. 2 സൈഡും ഈവൻ ആയിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം പാൻ ഒന്നുകൂടി അടപ്പത്ത് വെച്ചേക്കാൻ. അതിനകത്ത് ഓൾറെഡി കുറച്ച് ഗീ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാഷ്യൂം പിന്നെ റൈസിൻസും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണ തേങ്ങയും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് പഞ്ചസാരയും കാർഡമം പൗഡറുമാണ്. പഞ്ചസാര ഒരു 1/3 കപ്പും കാർഡമം പൗഡർ ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ നമ്മുടെ മസാല റെഡിയാണ്. ജസ്റ്റ് ഒന്ന് ഷുഗർ മെൽറ്റ് ചെയ്യണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ സ്റ്റഫ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലെയർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ 4 മുട്ടയും പാൽപ്പൊടി പിന്നെ പഞ്ചസാര, കുറച്ച് കാർഡമം പൗഡർ, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, കുറച്ച് ഉപ്പ്, നമ്മുടെ ഷുഗർ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹെവി ബോട്ടം പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കുഴിയുള്ള പാൻ തന്നെ വേണം ഇതിന് വേണ്ടിയിട്ട്. അതിനകത്തോട്ട് ഗീ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. നമുക്കിതിനി വേറൊരു പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്യാനുള്ളതാണ്, ടോപ്പ് പോർഷൻ കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചൊക്കെ ബാറ്റർ അതിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ ഈ സ്റ്റേജിൽ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ഹാഫ് സെറ്റായി വരുമ്പോൾ നമ്മൾ വാട്ടി വെച്ചേക്കണ പഴം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി അറേഞ്ച് ചെയ്ത് വെച്ചേക്കേണ്ട ബനാനയുടെ മുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ പ്രിപ്പയർ ചെയ്ത മസാല ഈവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇനി ബാക്കി വാട്ടി വെച്ചേക്കുന്ന പഴം കൂടി നമുക്ക്
ലെയർ ആക്കണം. അതും ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം. അതിനുശേഷം ടോപ്പ് പോർഷൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ ഗ്രീസ് ചെയ്ത് വെക്കണം. അതും ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് കുക്ക് ചെയ്ത് വെച്ച പോള നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം പുതിയ പാനിലോട്ട്. ജസ്റ്റ് 2 to 3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പോള പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അത് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. താങ്ക് യു.